ഞാനും കേൾക്കുന്നുണ്ട്, മറ്റുള്ളവരും കേൾക്കുന്നുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ കളവ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല, കക്കണം, എല്ലാവരും കക്കണം. എല്ലാവരും അതേപോലെ തന്നെ എന്ത് വേണം, ഇതിന്റെ അനന്തരഫലം കളവ് തന്നെ കളവ്. മനുഷ്യന്മാരെല്ലാവരും പക്ക സത്യസന്ധന്മാരായിരിക്കണവരും എല്ലാം ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഞാനിപ്പോ ഈ ഒരു കള്ളത്തരം ചെയ്തത് പണ്ട് അച്ഛൻ്റെ അടുത്തുനിന്ന് ഈ ഓരോ രൂപ കോയിൻസ് കട്ട കാര്യം, 50 പൈസ കട്ട കാര്യം, ഇതൊക്കെ നമ്മൾ തുറന്നു പറഞ്ഞില്ലേ. ഇത് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഇപ്പൊ നാളെ മറ്റന്നാളെ വന്നിട്ട് അച്ഛൻ എന്നെ, അതായത് മരണം സംഭവിച്ച ആ വ്യക്തി എന്നെ വന്നിട്ട് ഒന്നും ചെയ്യില്ല. കാരണം ആൾക്കേ അറിയാം, ആളുടെ കയ്യിൽ, ആളുടെ മേശയിൽ നിന്ന് 50 പൈസ പോയാലും 1 രൂപ പോയാലും 10 രൂപ പോയാലും ഒക്കെ ആൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഞാൻ അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ അറിയാൻ പറ്റും. പക്ഷെ അമ്മേൻ്റെ കയ്യിൽ നിന്ന് നമുക്ക്, എൻ്റെ ആ ഒരു ചെറുപ്രായത്തിൽ എനിക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ കാരണം എന്താ വെച്ചാൽ അമ്മയുടെ ഫണ്ടുകൾ ആ രീതിയിൽ ഗവൺമെന്റ് രീതിയിലാണ് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ എടുക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ അച്ഛൻ്റെ അടുത്ത് നിന്ന് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ മാത്രമല്ല അമ്മ അത്യാവശ്യം തരുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് ആ ഒരു ആവശ്യം വന്നിട്ടില്ല. ഇപ്പോൾ വിഷു കൈനീട്ടാണെങ്കിലും മറ്റെന്തെങ്കിലും ആവശ്യങ്ങളാണെങ്കിലും ഒക്കെ തരുമായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ മെച്ചേർഡ് ആയ സമയത്താണ് അമ്മയ്ക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വരുമാനമൊക്കെ കൊണ്ടിരിക്കുന്നത്. പിന്നെ പിന്നീട് നമ്മൾ ചോദിച്ച് തന്ന് അത് മാത്രമേ തന്നിട്ടുള്ളൂ. ഇപ്പം ഇന്നും നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അമ്മയ്ക്ക് കടപ്പെട്ടവനാണോ എന്ന് ചോദിച്ചാൽ ആണ്, അത്ര തന്നെ കടപ്പെട്ടവനാണ് അമ്മ അങ്ങോട്ട്. അപ്പം അതിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ പറഞ്ഞുതരാം.